The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Accountancy class. I think all are doing well. Okay, see, in the last class we discussed basic accounting terms, isn't it? In that we discussed entity, business transaction, assets, liabilities, etc. I think all are clear. Okay. See, in that assets are categorized into non-current asset, current asset and fictitious asset, isn't it? Then non-current assets are categorized into tangible assets, intangible assets. Today we are going to discuss rest of the basic terms of accounting, rest of the basic accounting terms. Okay, see, in the last class we discussed the categories of asset and one more asset is there, that is wasting assets. What is wasting assets? In the wasting assets, wasting assets means assets which get exhausted to the extent of extraction or whose value goes on declining with the passage of time are known as wasting assets. In the wasting assets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള അസറ്റുകൾ എടുക്കും തോറും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കും തോറും അതിൻ്റെ അളവിൽ എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെയുള്ള അസറ്റുകളാണ് ഏത് അസറ്റ്സ് എന്ന് പറയുന്നത്? വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മൈൻസ്, ദെൻ കോറീസ്, ഓയിൽ റിഫൈനറീസ്, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾസ് ആണ്? വേസ്റ്റിംഗ് അസറ്റ്സിന് എക്സാമ്പിൾസ് ആണ് അല്ലേ. നമ്മൾ മൈൻ ചെയ്തെടുക്കുമ്പോൾ അല്ലെ പെട്രോളിയം, കോള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. So that such types of asset is known as wasting asset. I think all are clear. Okay. Next basic term, the next one, capital. What do you mean by capital? Capital means amount invested by the owner in the business. Amount invested by the owner in the business. ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ്സിൻ്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുക? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് മേ ബി ബ്രോട്ട് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ് ബൈ ദി ഓണർ ഓഫ് ദ ബിസിനസ് എൻറ്റിറ്റി അല്ലേ. ഈ ക്യാപിറ്റൽ ഓണർ ക്യാഷ് ആയിട്ടോ അസറ്റ് ആയിട്ടോ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. So, capital, it is an obligation to the business and it is in the owner's claim on the assets of the business. So, asset is also known as owner's equity എന്ന് പറയും. അതായത് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റിയാണ്, അതൊരു ഒബ്ലിഗേഷനാണ്, ഒരു ബാധ്യതയാണ്. കാരണം ബിസിനസ്
ഇത് ഓണർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരും, റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അത് ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് എന്തായിട്ട് മാറുന്നത്? ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ എന്നായിട്ട് കണക്കാക്കുക. അതൊരു ഒബ്ലിഗേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ മീൻസ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദി ബിസിനസ്. ബിസിനസ്സിലേക്ക് എമൗണ്ട് ഒരു ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ. എപ്പോഴും ക്യാപിറ്റൽ എങ്ങനെ കണക്കാക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ഫേമിൻ്റെ അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് മൈനസ് ചെയ്ത് കിട്ടുന്നത് ബാക്കിയുള്ള തുകയായിരിക്കും ഏതെന്ന് പറയുന്നത്? ക്യാപിറ്റലായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ക്യാപിറ്റൽ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടേം ഡ്രോയിങ്സ്. ഹാവ് യു ഹേർഡ് അബൌട്ട് ദ വേർഡ് ഡ്രോയിങ്സ്? ഡ്രോയിങ്സ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? സോ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇവിടെ ഡ്രോയിങ്സ് മീൻസ് when a person withdraw money or goods from the business for his personal use. For his personal use. ഓണർ, ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്, അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ ഗുഡ്സ് വിഡ്രോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടേമാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ഡ്രോയിങ്സ്? ഡ്രോയിങ്സ് മീൻസ് വെൻ ദ ഓണർ വിഡ്രോ മണി ഓർ ഗുഡ്സ് ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓണർ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ക്യാഷോ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അതിന് എന്ത് പറയും? ഡ്രോയിങ്സ് എന്നാണ് പറയുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടേം എന്താണെന്ന് പറയുക? ഡ്രോയിങ്സ് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഓർത്ത് വയ്ക്കുക. ഞാൻ പലപ്പോഴും ആയിട്ട് ചോദിക്കും ഈ ഒരു ടേം ഡ്രോയിങ്സ് എന്ന് പറയും. സോ actually these drawings reduce the investment of the owners. Okay, and then examples of drawings, that is amount withdrawn by the owner for his personal use. അല്ലെ, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു, ഓണർ വിഡ്രോ ചെയ്യുന്നു. ആൻഡ് ദെൻ ഗുഡ്സ് ടേക്കൺ ബൈ ദി പ്രൊപ്പറേറ്റർ ടു ഹിസ് പേഴ്സണൽ യൂസ്. പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത് ആരാ? ഈ ഓണറിന് തന്നെയാണ് എന്ത് പറയുക? പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ പ്രൊപ്പറേറ്റർ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് എവിടെ നിന്ന് എടുക്കുന്നു? ബിസിനസ്സിൽ നിന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് അതും ഡ്രോയിങ്സ് ആയിട്ടാണ് കണക്കാക്കുക. ആൻഡ് അക്വയറിംഗ് പേഴ്സണൽ അസറ്റ് വിത്ത് ബിസിനസ് ഫണ്ട്. അക്വയറിംഗ് പേഴ്സണൽ അസറ്റ്സ് വിത്ത് ബിസിനസ് ഫണ്ട്. ബിസിനസ്സിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പേഴ്സണൽ അസറ്റ് വാങ്ങിക്കും. അതായത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് വീട്ടിലേക്ക് ഒരു എന്താ പറയുക, ഒരു ടേബിൾ വാങ്ങിക്കുന്നു. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് വീട്ടിലേക്ക് ഒരു ഡൈനിങ് ടേബിൾ വാങ്ങിക്കുന്നു. അയാളുടെ ഈ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? വീട്ടിലാണ്, അയാളുടെ പേഴ്സണൽ യൂസിനാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്? ഡ്രോയിങ്സ് ആയിട്ടേ കണക്കാക്കുള്ളൂ. മനസ്സിലായോ? അതേ സ്ഥാനത്ത് ബിസിനസ്സിൻ്റെ ക്യാഷ് എടുത്തുകൊണ്ട് ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ വാങ്ങിക്കുന്നതെങ്കിലോ അത് ഡ്രോയിങ്സ് അല്ല. ഓക്കെ, സോ പ്രൊപ്പറേറ്റർ ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ബിസിനസ്. ഈ പ്രൊപ്പറേറ്ററുടെ ഇൻകം ടാക്സ് എവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നു? ബിസിനസ്സിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതും എന്താണ്? ഡ്രോയിങ്സ് ആയിട്ടേ കണക്കാക്കുള്ളൂ. അല്ലേ, അയാളുടെ ഇൻകം ടാക്സ് സ്ഥാപനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രോയിങ്സ് ആണ്. അല്ലേ, അതായത് സ്ഥാപനം കൊടുക്കേണ്ട കാര്യമില്ല. ആര് കൊടുക്കണം? വ്യക്തി തന്നെ കൊടുക്കണം. വ്യക്തി കൊടുക്കുമ്പോൾ അത് ഡ്രോയിങ്സിൽ പെടില്ല. പക്ഷേ ബിസിനസ് ആണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അത് ഡ്രോയിങ്സിൽ വരും. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഡ്രോയിങ്സ് വെൻ എ പേഴ്സൺ വെൻ ദ ഓണർ വിഡ്രോ മണി ഫ്രം ദ ബിസിനസ് for his personal use, it is known as drawings. മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, the next one purchases. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ purchases means what? The term purchases is used only the purchases of goods. In case പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വാങ്ങുക എന്നുള്ളതാണ് പറയുക, അല്ലേ? സോ the term purchases is used only for the purchases of goods. And in case of manufacturing concern, goods means purchases of raw materials for the purpose of conversion of finished products and then sale.
സോ ഇൻ കേസ് ഇത് ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെന്ന് കരുതുക. എന്താ മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഫേമാണ് ഏതെന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഫേംസ്, മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ഫേമുകളാണ് മാനുഫാക്ചറിങ് കൺസേൺസ് എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് കൺസേൺ ഗുഡ്സ്, അവിടെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ദ പർപ്പസ് ഓഫ് കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. ആൻഡ് ദെൻ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സെയിലിന് വേണ്ടിയിട്ട്. സോ ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ ആണ്. എന്താ ട്രേഡിംഗ് കൺസേൺസിന്റെ പ്രത്യേകത എന്താണ്? അവിടെ പ്രൊഡക്ഷൻ നടത്തില്ല, ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ സെയിൽ ചെയ്യുന്നതാണ് ഏത്? ട്രേഡിംഗ് കൺസേൺ. ഇപ്പം മാനുഫാക്ചറിങ് കൺസേണും ട്രേഡിംഗ് കൺസേണും രണ്ടും ഡിഫറെൻ്റ് ആണ്. മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് അവിടെ നടക്കും. ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ടാവില്ല. ഓൾറെഡി മാനുഫാക്ചറിങ് കൺസേൺസ് പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ സെയിൽ ചെയ്യുന്നതാണ് എവിടെ? ഈ ട്രേഡിംഗ് കൺസേൺസിൽ. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആർ ദോസ് തിങ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ റീസെയിൽ എന്നാണ് പറയുക. ഓക്കെ, സോ ഇൻ ബോത്ത് ദ കേസ് ദ പർപ്പസ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ് ബൈ ഇറ്റ്സ് റീസെയിൽ. ഇത് രണ്ടായാലും എന്താണ് ഉദ്ദേശം? ഇത് സെയിൽ ചെയ്തുകൊണ്ട് റീസെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിലൂടെ എന്ത് ചെയ്യുക? പ്രോഫിറ്റ്. സോ ദ ടേം പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്. ഇവിടെ പർച്ചേസസ് എന്ന് പറയുമ്പോൾ ക്യാഷിന് വാങ്ങിക്കുന്നതും ക്രെഡിറ്റിന് വാങ്ങിക്കുന്നതും ഒക്കെ പർച്ചേസസ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദിസ് പർച്ചേസസ് ഇസ് ദ മേജർ എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ് കൺസേൺ അല്ലെ. ഒരു ബിസിനസ് കൺസേണിന്റെ വലിയൊരു എക്സ്പെൻസസ് ആണ് ഏത്? പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. Okay, so the examples of purchases, the transaction purchased goods from Anju traders rupees 5,000 and purchased goods for cash rupees 4,000. Okay, that is purchases. Okay, and then purchase returns. Next term purchase returns. പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുക, തിരിച്ചു കൊടുക്കുക. സോ വെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ആർ റിട്ടേൺ ടു ദി സപ്ലയേഴ്സ്, so these are known as purchase return or return outwards എന്ന് പറയും. എന്താ പർച്ചേസ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങി അത് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊടുക്കുന്നു. പല റീസൺ കൊണ്ട്, ചിലപ്പോൾ ഡാമേജ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റിട്ടേൺ ചെയ്യാറുണ്ട്. ആർക്ക്? നമുക്കത് സപ്ലൈ ചെയ്ത ആളുകൾക്ക് റിട്ടേൺ ചെയ്യാറുണ്ട്. അങ്ങനെ റിട്ടേൺ ചെയ്യുന്ന അതിനെ പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയും. റിട്ടേൺ ഔട്ട്വേർഡ്സ്. സോ ദ റിട്ടേൺ മേ ബി ഡ്യൂ ടു എന്തായിരിക്കാം? അൺനെസസറി ആൻഡ് ഡിഫക്റ്റീവ് സപ്ലൈ ഓഫ് ഗുഡ്സ് അതായിരിക്കാം. സോ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസ് ടു കാൽക്കുലേറ്റ് നെറ്റ് പർച്ചേസസ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നെറ്റ് പർച്ചേസസിൽ ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്യുമ്പോൾ നെറ്റ് പർച്ചേസസിൽ നിന്ന് ഈ പർച്ചേസ് റിട്ടേൺസ് എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് പർച്ചേസ് റിട്ടേൺ. വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ സെയിൽസ്. നെക്സ്റ്റ് ടേം സെയിൽസ്. അത് നമ്മൾക്ക് കേട്ട് പരിചയമുള്ള വേർഡാണ്. സെയിൽസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസ് സോൾഡ് ഓർ പ്രൊവൈഡ് ടു കൺസ്യൂമേഴ്സ്. ഇവിടെ സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും കൺസ്യൂമേഴ്സിന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്താണോ അത് നമ്മളിവിടെ സെയിൽസ് ആയിട്ട് കണക്കാക്കും. സോ സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. ഈ ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. അതായത് ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷിന് കൊടുക്കുകയാണ് ഏതെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സാധനം നമ്മൾ സെയിൽ ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുന്നെങ്കിൽ അത് ക്യാഷ് സെയിൽസ്. ഒരു സാധനം നമ്മൾ സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ക്യാഷ് പിന്നീടാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, അത് പർച്ചേസസ്, ക്രെഡിറ്റ് പർച്ചേസസ് ഉണ്ട്, ക്യാഷ് പർച്ചേസസ് ഉണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. ദ ടേം സെയിൽസ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ദ സെയിൽ ഓഫ് those goods which are purchased for resale purpose. The term sales is never used for the sale of asset. It is the major source of revenue of any business. It is a major source of revenue of any business. ഏതൊരു ബിസിനസ്സിൻ്റെയും വരുമാന മാർഗമാണ് ഏത്? സെയിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സോൾഡ് ഗുഡ്സ് ടു ബിജു, ക്യാഷ് സെയിൽസ് rupees 1,000, like that. These are the examples of
സെയിൽസ്. അപ്പോൾ വിൽക്കുന്നതിനെയാണ് സെയിൽസ് എന്ന് പറയുക. അപ്പോൾ സെയിൽസ് റിട്ടേൺ ഉണ്ടാവും. എന്തായിരിക്കും സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ സാധനം തിരികെ വരുമ്പോഴാണ്, സെയിൽ ചെയ്ത സാധനം തിരിച്ചു വരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ ദ സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയും. റിട്ടേൺ ഇൻവേർഡ്സ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺസിനെ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയും, സെയിൽസ് റിട്ടേൺസിനെ റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ്സ് മീൻസ് ദാറ്റ് ദ പാർട്ട് ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് ആക്ച്വലി റിട്ടേൺ ടു us by customer, return to us by customers, അല്ലേ? കസ്റ്റമേഴ്സ് തിരിച്ചു കൊണ്ട് തരിക. സോ ദ റിട്ടേൺ മേ ബി ഡ്യൂ ടു എന്തായിരിക്കും, ഡിഫക്റ്റീവ് സപ്ലൈ ഓഫ് ഗുഡ്സ്, വയലേഷൻ ഓഫ് ടേംസ് ആൻഡ് എഗ്രിമെന്റ്സ്, അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ടു കാൽക്കുലേറ്റ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യണു, നമ്മൾ മൈനസ് ചെയ്യണം. മറ്റേത് നെറ്റ് പർച്ചേസസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പർച്ചേസസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് മൈനസ് ചെയ്യുന്ന പോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിൽസിൽ നിന്ന് ഈ സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്തുകൊണ്ടാണ് കാണിക്കുക. ഓക്കെ, സോ I think all are clear. Sales returns. Okay. Next one, revenue. The revenue means the amount earned by the business by selling its products. ഫേമിൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് അതിലൂടെ കിട്ടുന്ന വരുമാനമാണ് ആക്ച്വലി ഏതെന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. സോ പ്രൊവൈഡിങ് ബൈ സെല്ലിങ് ഇറ്റ്സ് പ്രോഡക്ട്സ് ആൻഡ് പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് സെയിൽസ് റവന്യൂ എന്ന് പറയും. സോ സെയിൽസ് ഈസ് ദ മേജർ റവന്യൂ ഓഫ് ബിസിനസ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യും. ദ അതർ ടേംസ് ഓഫ് റവന്യൂ കോമൺ ടു മെനി ബിസിനസ് ആർ കമ്മീഷൻ റിസീവ്ഡ്. എക്സാമ്പിൾസ് റവന്യൂ, എക്സാമ്പിൾസ് the examples of revenue: commission received, interest received, dividend received, rent received, etc. The examples of revenue. So total revenue is equal to sales revenue plus other revenue. Sales revenue plus other revenue. So and the next one, what is it? Expenses. Expenses means what? Expenses are cost incurred by business in the process of earning revenue. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ചിലവുകളാണ് ആക്ച്വലി ഏതെന്ന് പറയുന്നത്, എക്സ്പെൻസസ് എന്ന് പറയുന്നത്. സോ എക്സ്പെൻസസ് ആർ കോസ്റ്റ് ഇൻകേർഡ് ബൈ ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ വരുന്ന ചിലവുകളാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, എക്സ്പെൻസസ് എന്ന് പറയുന്നത്. It is the cost of use things or services for purpose of generating revenue എന്ന് പറയും. For example, cost of things means what? Like purchase cost of goods, stationery, etc. And cost of services എന്ന് പറയുമ്പോൾ salary, advertisement, rent, insurance, electricity, telephone repairs, etc. Decline the value of asset caused by the use of such asset for the business like depreciation. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. So expenses. See, and then expenditure also there. What is expenditure? Expenditure is a fund used by business. Expenditure is fund used by the business to attain new assets. പുതിയൊരു അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, ബിസിനസ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കും. അതുപോലെ ഇംപ്രൂവ് ദ എക്സിസ്റ്റിംഗ് വൺസ്, പുതിയൊരു അസറ്റ് വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ പഴയ അസറ്റ് എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. or reduce a ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് യൂസ് ചെയ്യുന്നുവെങ്കിൽ അതൊക്കെ എക്സ്പെൻഡിച്ചറിൽ. സോ എക്സ്പെൻഡിച്ചർ ഈസ് ഫണ്ട് യൂസ്ഡ് ബൈ ദ ബിസിനസ് to attain assets, to attain new assets, improve existing one, or reduce a liabilities. So expenditure can be classified into capital expenditure and revenue expenditure. Before that, we want to discuss what are the difference between expenses and expenditure. എക്സ്പെൻസസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് അറിയണം. എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് സ്പെൻഡ് ടു മീറ്റ് ഷോർട്ട് ടേം നീഡ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്
ഏതെന്ന് പറയുന്നത് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം പീരീഡിലേക്ക് നമുക്ക് വരുന്ന ചിലവുകൾ ഏതിൽ വരുന്നു? എക്സ്പെൻസസിൽ വരും. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ് എമൗണ്ട് സ്പെൻഡ് ടു മീറ്റ് ദ ലോങ് ടേം നീഡ്സ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിനെ ലോങ് ടേം നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിന് എന്ത് പറയും? എക്സ്പെൻഡിച്ചർ എന്ന് പറയും. മനസ്സിലായി? ഷോർട്ട് ടേം നീഡ്സ് മീറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പെൻസസ്, ലോങ് ടേം നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് യൂസ് ചെയ്യുമെങ്കിൽ അതിനെ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ആൻഡ് ദെൻ ഈ എക്സ്പെൻസസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി ഓഫ് പേയ്മെൻറ്റ് ഈസ് അവൈൽഡ് ഡ്യൂറിങ് ദി ഇയർ ഇറ്റ് സെൽഫ്. ഈ എക്സ്പെൻസസ് നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പം തന്നെ നമുക്ക് കിട്ടുന്നു. സോ യൂട്ടിലിറ്റി ഓഫ് പേയ്മെൻറ്റ് ഈസ് അവൈൽഡ് ഫോർ മോർ ദാൻ 1 year. എക്സ്പെൻഡിച്ചർ, ബട്ട് ഇൻ കേസ് ഓഫ് എക്സ്പെൻഡിച്ചർ യൂട്ടിലിറ്റി ഓഫ് പേയ്മെൻറ്റ് ഈസ് അവൈൽഡ് ഫോർ മോർ ദാൻ 1 year. പക്ഷേ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾക്ക് ഒരു വർഷം കഴിഞ്ഞാലും എന്ത് ചെയ്യാറുള്ളൂ? ചിലപ്പോൾ കിട്ടാറുള്ളൂ. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് എക്സ്പെൻസസ് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എക്സ്പെൻസസ് എവിടെ കാണുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണുക. ബട്ട് ഇൻ കേസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലാണ് ഏത് കാണുന്നത്? എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത്. ആൻഡ് ദെൻ എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻസസ്: salary, rent paid, electricity charge, expenses, etc. are the examples of expenses. But in case of expenditure, purchase cost of machine, building, furniture, etc. Actually, these are the difference between expenses and expenditure. എക്സ്പെൻസസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താ വെച്ചാൽ, എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന കോസ്റ്റുകളാണ് ആക്ച്വലി എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം പീരീഡിൽ. ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ലോങ് ടേം നീഡ്സ് മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലം നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. അസറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വെഹിക്കിൾ വാങ്ങിക്കുന്നു. ആ വെഹിക്കിൾ വാങ്ങിക്കുന്നത് ഒരു മാസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വെഹിക്കിൾ വാങ്ങിക്കുന്നത്? അല്ല, കുറേ കാലം നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. സോ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കും. അതേ സ്ഥാനത്ത് ഒരു സ്ഥാപനത്തിൽ ഒരാൾക്ക് സാലറി കൊടുക്കുന്നു, അത് നമ്മുടെ ഷോർട്ട് ടേം നീഡ്സ് ആണ് അല്ലേ? അപ്പോൾ അത് ഏതിൽ വരും? എക്സ്പെൻസസിൽ വരും. ഐ തിങ്ക് all are clear what is the difference between expenses and expenditure. And the next one, the expenditure can be categorized into two, that is capital expenditure and revenue expenditure. Capital expenditure and revenue expenditure. What do you mean by capital expenditure? So capital expenditures are expenditure which has been incurred to derive long-term advantage for a business is called capital expenditure. Capital expenditure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which has been incurred to derive long-term advantage for the business. Business is called capital expenditure. ബിസിനസ്സിന് ലോങ് ടേമിൽ അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് എക്സ്പെൻഡിച്ചറാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്താലും അതിൽ നിന്നും ബെനിഫിറ്റ് നമുക്ക് പിന്നീടും കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ, അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു അല്ലേ? ഈ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ലാൻഡോ, പ്ലാന്റോ, മെഷീനറിയോ, ഫർണിച്ചറോ എന്തോ ആയിക്കോട്ടെ, ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഇപ്പോഴും കിട്ടും, പിന്നീടും കിട്ടും, ഫ്യൂച്ചറിലും കിട്ടും. നമുക്ക് കുറേ കാലം അതിൻ്റെ അഡ്വാൻറ്റേജസ് അതിൽ നിന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ആൻഡ് increase the value of fixed asset or investment made to increase the earning capacity of business. So the benefit of capital expenditure must extend more than one fiscal year or they are non-recurring in nature. ഇത് ഒന്നിലധികം വർഷങ്ങളോളം കുറേ കാലങ്ങളോളം ഇതിൽ നിന്ന് എന്തുണ്ടാവും? ബെനിഫിറ്റ് നമ്മൾക്ക് ഉണ്ടാവും. വൺസ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി, പിന്നീട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ബെനിഫിറ്റ് കിട്ടുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അങ്ങനത്തെ
ഒരു ഇതാണ്. അത് ഇത് നോൺ റെക്കറിങ് ഇൻ നേച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് നോൺ റെക്കറിങ് ഇൻ നേച്ചർ. റെക്കറിങ് നേച്ചർ, വാട്ട് ഈസ് നോൺ റെക്കറിങ്? റെക്കറിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യണതാണ്. ഇത് നോൺ റെക്കറിങ് ആണ്, കാരണം ഇത് റിപ്പീറ്റ് ചെയ്യില്ല. വൺസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ ഒരു അസറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസറ്റ് വെച്ചുകൊണ്ട് കുറേ കാലം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സോ ദറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, എമൗണ്ട് സ്പെൻഡ് ടു പർച്ചേസ് ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഗുഡ് വിൽ എക്സെട്ര. ഇതൊക്കെ ഏതിൽ എക്സാമ്പിൾ ആയിട്ട് വരും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്. നെക്സ്റ്റ് വൺ, റവന്യൂ എക്സ്പെൻഡിച്ചർ. What do you mean by revenue expenditure? Revenue expenditure are short-term expenses. Revenue expenditures are short-term expenses that are broken down into two categories. ഇത് short-term expenses ആണ് റവന്യൂ എന്ന് പറയുന്നത്. ഇതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതായത് എക്സ്പെൻഡിച്ചർ ഫോർ ജനറേറ്റിംഗ് റവന്യൂ, expenditure for generating revenue. So it refers to, it means to expenses required to meet all day-to-day expenses needed to operate a business. ഒരു ബിസിനസ് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഡെയിലി അതിനകത്ത് വരുന്ന എക്സ്പെൻസസ് ആണ് ഈ എക്സ്പെൻഡിച്ചർ ഫോർ ജനറേറ്റിംഗ് റവന്യൂ എന്നതിൽ പറയുന്നത്. ഓക്കെ, so example, payment of salary, payment of wages, payment of rent, advertisement, depreciation, etc. So depreciation means it is an expenses that is decrease the value of an asset due to wear and tear എന്ന് പറയാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം depreciation എന്താണ്, നമുക്ക് വരും ക്ലാസ്സിൽ പറഞ്ഞു തരാം എന്താണ് depreciation. So these are the examples of expenditure for generating revenue. Expenditure for maintenance of revenue generating assets. Revenue generating asset, that means revenue expenditures are often discussed in the context of fixed asset, isn't it? So it include expenses like ordinary repair and maintenance cost that are necessary to keep the asset in working order. ഇപ്പം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ അസറ്റ്, ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. ആ ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു. ഈ അസറ്റുകൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിപ്പയർ ചെയ്യും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. അത് നമ്മൾക്ക് വരുന്നത് ഏതിൽ വരണം? എക്സ്പെൻഡിച്ചർ ഫോർ മെയിൻ്റനൻസ് ഓഫ് റവന്യൂ ജനറേറ്റിംഗ് അസറ്റ്സ്. ഈ അസറ്റുകൾ റിപ്പയർ ചെയ്ത് അതിൽ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ആ റിപ്പയർ ചെയ്യുന്നെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ഏതിൽ വരുന്നതാണ്? എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. എക്സ്പെൻഡിച്ചർ ഫോർ മെയിൻ്റനൻസ് ഓഫ് റവന്യൂ ജനറേറ്റിംഗ് അസറ്റ്സ് എന്നുള്ളതിൽ വരുന്നതാണ്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ, ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, നെക്സ്റ്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ capital expenditure and revenue expenditure. Okay, the first one, under capital expenditure, expenditure incurred for acquiring or improving fixed asset. Fixed assets വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. But in case of revenue expenditure, it is a routine expenditure incurred to meet day-to-day expenses. ഒരു ബിസിനസിൻ്റെ day-to-day ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസസ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സെക്കൻഡ് വൺ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ഏർണിംഗ് കപ്പാസിറ്റി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻസ് ദ ഏർണിംഗ് കപ്പാസിറ്റി. അത് ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. In case of capital expenditure, it is a non-recurring in nature. ഇത് റിപ്പീറ്റ് അല്ല, ഒരു തവണ നമ്മൾ ചെയ്താൽ മതി ഇതിനകത്ത്. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് എ റെക്കറിങ് ഇൻ നേച്ചർ. അത് റിപ്പീറ്റ് ചെയ്ത് വന്നോളും എന്നാണ് പറയുന്നത്. ബിസിനസ് ഉള്ളിടത്തോളം കാലം ഈ എക്സ്പെൻഡിച്ചർ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇറ്റ് പ്രൊഡ്യൂസ് ബെനിഫിറ്റ് ഓവർ സെവറൽ ഇയർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ സ്പെൻഡ് ചെയ്താലും നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കുറേ കാലം നമുക്ക് കിട്ടും.
But in case of revenue expenditure, its benefit will be consumed within accounting year. ഒരു accounting year മാത്രമേ ഇതിന്റെ benefits നമുക്ക് കിട്ടുകയുള്ളൂ. So that is revenue expenditure. I think all are clear the difference between capital expenditure and revenue expenditure. Okay. Then next term, profit. What do you mean by profit? Profit is the excess of revenue over expenses. Excess of revenue over expenses in an accounting year. In an accounting year. അതായത് എക്സ്പെൻസിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവുന്നു, റവന്യൂ ഉണ്ടാവുമ്പോഴാണ് പ്രോഫിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, see the next one gain. What is the difference between profit and gain? The first one, profit is the excess of income over total expenses. Total expenses-നേക്കാൾ കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് എന്ന് പറയും. ബട്ട് ഇൻ കേസ് ഓഫ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ജനറേറ്റഡ് ഫ്രം ബിസിനസ് ഓപ്പറേഷൻസ് ലൈക്ക് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അതായത് ഗെയിൻ എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ, നമ്മളൊരു ഫിക്സഡ് അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് നമ്മൾ പ്രോഫിറ്റിനെ സെയിൽ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ഗെയിൻ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, സോ പ്രോഫിറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം യൂഷ്വൽ ബിസിനസ് ഓപ്പറേഷൻസ്. ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്നതാണ് ഏത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഗെയിൻ ഇറ്റ് ഈസ് ജനറേറ്റഡ് ഔട്ട്സൈഡ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. ബിസിനസിന്റെ പുറമേ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്നതാണ് ഏത്, ഗെയിൻ എന്ന് പറയുന്നത്. I think all are clear the difference between profit and gain. Okay, see the next one, income. Income means increase the net worth of an organization either from business activity or from other activities. Business activitiesലൂടെയോ അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസിലൂടെയോ ഒരു ഫേമിന്റെ നെറ്റ് വർത്ത് ഇൻക്രീസ് ചെയ്യുന്നത് എന്തോ അതെന്താണ്, ഇൻകം ആണ്. സോ ഇൻകം ഇസ് ഈക്വൽ ടു profit plus gain. Profit plus gain. Okay, and the next one, loss. എന്നറിയാം എന്താ നമുക്ക് ലോസ് പറഞ്ഞാൽ, ലോസ് ഈസ് an excess of expenses of period over is related to revenue. അതായത് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസസ് കൂടുതലും റവന്യൂ കുറയുമ്പോഴാണ് എന്ത് വരുന്നത്, ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലോസ് വരുന്ന സമയത്ത് ഇറ്റ് ഡിക്രീസ് ദ ഓണേഴ്സ് ഇക്വിറ്റി. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇറ്റ്, ഡിസ്കൗണ്ട്. Discount means it is a rebate or allowance given by the seller to the buyer. സെല്ലർ ബയ്യർക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് അല്ലെങ്കിൽ ഒരു റിബേറ്റ് ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, കിഴിവ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് ഓഫേർഡ് ഇൻ എ ടു വേസ്. ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് ഓഫേർഡ് അറ്റ് ദ ടു വേസ്. ഡിസ്കൗണ്ട് ഓഫേർഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആൻഡ് ഡിസ്കൗണ്ട് ഓഫേർഡ് അറ്റ് ദ ടൈം ഓഫ് കളക്ഷൻ. രണ്ട് രീതിയിൽ ഇത് ഓഫർ ചെയ്യുന്നു. അത് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആണെങ്കിൽ അതിന് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. അറ്റ് ദ ടൈം ഓഫ് കളക്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയും. ഓക്കെ, സോ ഡിസ്കൗണ്ട് ഈസ് ഓഫേർഡ് ഇൻ എ ടു വേസ്. ഡിസ്കൗണ്ട് ഓഫേർഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഇറ്റ് ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്, and discount offered at the time of collection of sales price from debtors, that is called cash discount. That is cash discount ennu parayum. So discount are two types, trade discount and cash discount. Okay, see what do you mean by trade discount? Trade discount means when goods are purchased in bulk quantities, the seller may give certain concession on the listed price to the buyer. അല്ലേ, എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുഡ്സ് നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെല്ലർ ബയ്യർക്ക് എന്ത് ചെയ്യുന്നു, ചില കൺസെഷൻ കൊടുക്കുന്നു. അതിനെയാണ് ഏതിൽ വരുന്നത്, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ ദിസ് കൺസെഷൻ ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ആസ് ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഇൻ ദി
ഇൻവോയ്സ് ഇറ്റ് സെൽഫ് ഫ്രം ദി ഗ്രോസ് വാല്യൂ ഓഫ് ഗുഡ്സ്. അത് എന്ത് ചെയ്യും? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. അതിൽ എന്ത് ചെയ്യാറുണ്ട്? അതിന് ബില്ലിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? അത് മൈനസ് ചെയ്തിട്ട് ബില്ല് കാണിക്കും. സോ കാണിക്കാറുണ്ട്. ഇറ്റ് എയിംസ് ടു ഇൻഡ്യൂസ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് മോർ. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? കസ്റ്റമേഴ്സ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ആ സാധനത്തിൻ്റെ വില നമുക്ക് കുറച്ച് തരുന്ന, അതിൻ്റെ പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് തരുന്നുണ്ടെങ്കിൽ അത് ട്രേഡ് ഡിസ്കൗണ്ട് ആണെന്ന് പറയുന്നത്. ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കില്ല. ബില്ലിനകത്ത് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മൈനസ് ചെയ്ത് കാണിക്കാറുണ്ട് അല്ലേ? നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹50,000 ഫ്രം രാജൻ അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 10%. സോ ഹിയർ വാല്യൂ ഓഫ് പർച്ചേസസ് ഇസ് റെക്കോർഡ് ആസ് ₹45,000. കാരണം എന്തുകൊണ്ടാണ് 45,000 വന്നത്? ദാറ്റ് ഈസ് ഒരു അസറ്റിന്റെ വില എത്രയാണെന്ന് പറയുന്നത്, അസറ്റിന്റെ വില 50,000 ആണെന്ന് വിചാരിക്കുക. 50,000 ആണ് അസറ്റിന്റെ വില. അതിന് 10% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് എഴുതുക. അപ്പോൾ 50,000ന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 ഇൻറ്റു 10/100 നോക്കുമ്പോൾ എത്ര വരും? 5,000 റുപ്പീസ് എന്ന് പറയുന്നത് 5,000 റുപ്പീസ് അത് ഡിസ്കൗണ്ട് ആണ് അല്ലേ? ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അപ്പം നമുക്ക് 50,000 റുപ്പീസിൻ്റെ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 5,000 റുപ്പീസ് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45,000 റുപ്പീസ് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. So that is trade discount. Okay. And then next one, cash discount. What do you mean by cash discount? That is when discount is allowed to the customer for making prompt payment, it is called cash discount. എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിയിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്യാഷ് കൊടുക്കുന്നുണ്ടാവും അല്ലേ? ആ സമയത്ത് ആ സെല്ലർ എന്ത് ചെയ്യുന്ന അനുവദിക്കുന്ന ഡിസ്കൗണ്ട് ആണ് ഏത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ലോസ് ടു ദി ക്രെഡിറ്റർ. ക്രെഡിറ്റർ ഹിയർ ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അനുവദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ലോസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഗെയിൻ ടു ദ ഡെപ്റ്റർ. ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്ന ആൾ. ഡിസ്കൗണ്ട് ഇവിടെ റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ഗെയിൻ ആണ്. സോ ഇറ്റ്സ് എയിം ഈസ് ടു ടൈംലി കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾസ്. ടൈംലി കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടാനുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ഫോർ എക്സാമ്പിൾ, റിസീവ്ഡ് ക്യാഷ് ഫ്രം മോഹൻ ₹3,850. മോഹൻ്റെ കയ്യിൽ നിന്ന് 3,850 രൂപ നമ്മൾ റിസീവ് ചെയ്തു. ആക്ച്വലി അലോഡ് ഹിം എ ഡിസ്കൗണ്ട് ₹150. 150 രൂപ അയാൾക്ക് ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആൻഡ് സെറ്റിൽഡ് ഹിസ് അക്കൗണ്ട് ആക്ച്വലി ഹൗ മച്ച്? ദാറ്റ് ഈസ് 4,000 അല്ലേ? ഈ 4,000 രൂപയാണ് ശരിക്ക് നമുക്ക് കിട്ടേണ്ടത്. അതിൽ നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് 3,850 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. അതിനർത്ഥം ഇത് റിസീവ് ചെയ്യുന്ന എമൗണ്ട് ആണ്. ഇത് റിസീവ് ചെയ്യുന്ന എമൗണ്ട് 3,850. ദിസ് 150 റുപ്പീസ് എന്താണ്? ഡിസ്കൗണ്ട് ആണ്. അതെന്താ പറയുക? അതിനെയാണ് ഡിസ്കൗണ്ട്. അത് ഡിസ്കൗണ്ട് ആണ്. ടോട്ടൽ നമുക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് പറയുന്നത്? 4,000 റുപ്പീസ് കിട്ടേണ്ടതാണ് അതിൽ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ എമൗണ്ട് കൊടുക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോഹൻ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ 150 റുപ്പീസ് ഗെയിൻ ആണ് അല്ലേ? അതേ സ്ഥാനത്ത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം 150 റുപ്പീസ് എന്താണ്? ലോസ് ആണ്. ഓക്കെ. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ വാട്ട് യു മീൻ ബൈ ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. Debtor is a person who owes money to the business for buying goods and services on credit. So it is a current asset. Debtor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക്
പൈസ തരാനുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്? ഡെപ്റ്റർ എന്ന് പറയുന്നത്. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളുകളാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, സോൾഡ് ഗുഡ്സ് ടു വിജയൻ ഓൺ ക്രെഡിറ്റ് ₹40,000. സോൾഡ് ഗുഡ്സ് ടു വിജയൻ rupees 40,000. സോൾഡ് ഗുഡ്സ് ടു വിജയൻ ₹40,000. നോക്കുക, എന്താ ഇതിന്റെ മീനിങ്? 40,000 രൂപയുടെ സാധനങ്ങൾ ആർക്ക് കൊടുക്കുന്നു? വിജയന് കൊടുക്കുന്നു. ക്രെഡിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കരുതുക. സോ അതിനർത്ഥം 40,000 റുപ്പീസ് ആർക്ക് കൊടുക്കണം? വിജയൻ ബിസിനസ്സിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയൻ ആരാണ്? ഡെപ്റ്റർ ആണ് അല്ലേ? വിജയൻ ആരാണ്? ഡെപ്റ്റർ. കാരണം എന്താണ്? ബിസിനസ്സിന് തരാനുള്ള ആളുകളാണ് എന്തെന്ന് പറയുക? ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളുകളെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ ഇവിടെ വിജയൻ എന്ന് പറയുന്നത് ആ ബിസിനസ്സിന്റെ എന്താണ്? ഡെപ്റ്റർ ആണ്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, ക്രെഡിറ്റർ. ക്രെഡിറ്റർ ഓർ അക്കൗണ്ട്സ് പേയബിൾ, കൊടുക്കാനുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് ഇസ് എ പേഴ്സൺ ഓർ അതർ എൻറ്റിറ്റി ടു ഹൂം the business owes money as he has given some benefit to the business. It is a current liabilities. Creditors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് കൊടുക്കേണ്ട ആളുകളാണ് ഏതെന്ന് പറയുന്നത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ് പൈസ തിരിച്ചു കൊടുക്കേണ്ട ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്? അവരെയാണ് എന്ത് പറയുക? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതൊരു കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്, പക്ഷേ ബിസിനസ്സിന് ബിസിനസ് കിട്ടുന്നതുകൊണ്ട് കറണ്ട് അസറ്റ് ആണ്. പക്ഷേ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ട ആളുകളാണ് ഏതെന്ന് പറയുന്നത്? ഈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മീര ട്രേഡേഴ്സ് ഓൺ ക്രെഡിറ്റ് ₹3,000. മീര ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മീര ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 3,000 റുപ്പീസിൻ്റെ സാധനങ്ങൾ ബിസിനസ് പർച്ചേസ് ചെയ്യുന്നു എന്ന് കരുതുക. ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഈ ബിസിനസ് 3,000 റുപ്പീസ് ആർക്ക് കൊടുക്കണം? മീര ട്രേഡേഴ്സിന് കൊടുക്കണം. അത് കൊടുക്കുന്നിടത്തോളം കാലം ബിസിനസ് എന്ന് പറയുന്നത് മീര ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ബിസിനസിൻ്റെ എന്താണ്? ക്രെഡിറ്റർ ആണ്. ബിസിനസിൻ്റെ ക്രെഡിറ്റർ ആണ്. കാരണം ബിസിനസ് ആർക്ക് പൈസ കൊടുക്കണം? മീര ട്രേഡേഴ്സിന് പൈസ കൊടുക്കണം. അത് കൊടുക്കുന്നിടത്തോളം കാലം മീര ട്രേഡേഴ്സ് ആരായിരിക്കും? ബിസിനസിൻ്റെ ക്രെഡിറ്റർ ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, goods. What do you mean by goods? Goods means all those things which are purchased for resale. All those things which are purchased for resale or as used for producing the finished goods or used for the producing finished goods, which are known as which are also meant for the sold. അല്ലേ? എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് ആണ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ റീസെയിൽ ഓർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ദ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഓക്കെ, സോ ആൻഡ് ദെൻ സ്റ്റോക്ക്. The stock means the goods laying with the business for sale on any given date are called stock. എന്താ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Stock means the goods laying with a business for sale on any given date are called stock. Stock എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനകത്ത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ? ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിമെയിൻ അൺസോൾഡ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്ന സമയത്ത് വിൽക്കാതെ കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോക്ക്. ഒരു അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന സമയത്ത് വിൽക്കാതെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള വരുന്ന സാധനങ്ങളെ നമ്മൾ പറയുന്ന പേര് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുക. അതിന് എന്ത് പറയും? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇറ്റ് ഈസ് എ കറണ്ട് അസറ്റ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക്
ഇതെന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിംഗ് കൺസേൺ കൺസിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. And then closing stock of particular year become the opening stock of for the next year. ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് നെക്സ്റ്റ് ഇയറിൽ എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ അൺസോൾഡ് ഗുഡ്സിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. ഈ അൺസോൾഡ് ഗുഡ്സ് നെക്സ്റ്റ് ഇയറിൽ എന്തായിട്ട് യൂസ് ചെയ്യും? നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ വൗച്ചർ. വൗച്ചർ ഈസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലേ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു എന്നതിന് നമുക്ക് തെളിവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏത്? ഈ വൗച്ചർ എന്ന് പറയുന്നത്. സോ വൗച്ചർ എന്ന് പറയുന്നത് അതൊരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. ഓക്കെ, ക്യാഷ് മെമ്മോസ്, ബില്ലുകൾ, അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ഈ വൗച്ചറിന് എക്സാമ്പിൾസ് ആണ്. ആക്ച്വലി ദീസ് ആർ ദ ബേസിക് അക്കൗണ്ടിങ് ടേംസ്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ബേസിക് ടേംസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ 1 by 1 ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് വരും ചാപ്റ്റേഴ്സിലല്ലേ നിങ്ങൾക്ക് ഈ കോമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഇനിയും തുടർന്ന് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ടേംസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മളുടെ ബേസിക് ആണ്, മുഴുവൻ മൊത്തം ബേസിക് ഇൻഫർമേഷൻ ആണ് അക്കൗണ്ട്സിനെ കുറിച്ച്. അത് നിങ്ങൾ ഓരോന്നും 1 by 1 ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതോടുകൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റഡ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ.